കാസർഗോഡ് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഓഫീസ് നേതാക്കൾ താഴിട്ട് പൂട്ടുന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ 3 സീറ്റും ലീഗിന് നൽകിയതിലാണ് പ്രതിഷേധം. അരുൺ പാറക്കൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ പാറക്കൽ, വിവരങ്ങൾ. ശ്രീജിത്ത്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ്. നേരത്തെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജന ചർച്ചയിൽ പരസ്പരം ഏറ്റുമുട്ടിയ ഒരു സ്ഥലം കൂടിയാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്തെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തൃപ്തരല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 ഡിവിഷനുകൾ കോൺഗ്രസിന് നൽകിയെന്നായിരുന്നു. പക്ഷേ ആ 3 ഡിവിഷനുകളും കോൺഗ്രസിന് നൽകിയില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന പരാതി. ആകെ 15 ഡിവിഷനാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത്. അതിൽ 10 ഡിവിഷനിൽ കഴിഞ്ഞ തവണ UDF ജയിച്ചതാണ്. അതിൽ 3 ഡിവിഷനായിരുന്നു കോൺഗ്രസിന് നൽകിയിരുന്നത്. പക്ഷേ ഇത്തവണ ഒരു ഡിവിഷൻ പോലും കോൺഗ്രസിന് നൽകാൻ ലീഗ് തയ്യാറായില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഇവിടെ കോൺഗ്രസിന്റെ ഓഫീസുമായി പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് പൂർണ്ണമായും പൂട്ടിയിരിക്കുന്നത്. ഫർണിച്ചറുകളും മറ്റും എടുത്ത് താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു കാരണം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹനീഫിന്റെ നേതൃത്വത്തിലാണ് ഈ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പൂട്ടിയിരിക്കുന്നത്. ഉള്ളിലുള്ള നേതാക്കന്മാരുടെ ഫോട്ടോകൾ ഉൾപ്പെടെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. വാഹനം കൊണ്ടുവന്ന് അതിലേക്ക് ഈ ചെയറുകളും ഫോട്ടോകളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. ശരി, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ 3 സീറ്റും ലീഗിന് നൽകുകയാണെങ്കിൽ പിന്നെ കോൺഗ്രസിന് എന്തിനാണ് ഓഫീസ് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് ഓഫീസ് താഴിട്ട് പൂട്ടുന്നത്. അരുൺ പാറക്കൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കാസർഗോഡ് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.